المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കിതാബു തൗഹീദിൽ അടുത്തതായി കൊണ്ടുവന്നിരിക്കുന്ന അധ്യായം ബാബു മൻ ഹഖഖ തൗഹീദ ദഖലൽ ജന്നത ബിഗൈരി ഹിസാബ് എന്നുള്ളതാണ്. തൗഹീദിന്റെ അനിവാര്യതയെ സംബന്ധിച്ച് ആദ്യം സംസാരിക്കുകയും പിന്നീട് അതിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചും അത് മുഖേന മനുഷ്യർ ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകും എന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായവും കൊണ്ടുവന്നതിന് ശേഷം അടുത്ത അധ്യായത്തിൽ തൗഹീദിനെ സാക്ഷാത്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. ആരാണോ തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യുന്നവൻ, തൗഹീദിനെ തഹ്ഖീഖ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ബിഗൈരി ഹിസാബിൻ, വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാ തൗഹീദ് പൂർത്തീകരിച്ച ഒരാൾ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും എന്ന് ഉറപ്പായ നിലയിലാണ് ഈ അധ്യായത്തിന് പേര് നൽകിയിരിക്കുന്നത്. മൻ ഹഖഖ തൗഹീദ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. തൗഹീദ് സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ അതിന് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമെല്ലാം, അതിന്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. തൗഹീദിനെ യാഥാർത്ഥ്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ശുദ്ധീകരിക്കുക, ശിർക്കിന്റെ കലർപ്പില്ലാതിരിക്കുക, ബിദ്അത്തുകളില്ലാതിരിക്കുക, അതേപോലെ തന്നെ പാപങ്ങളിൽ അടിയുറച്ചു അതിനെ തൊട്ട് ശുദ്ധീകരിച്ചെടുക്കുക. ഇതാണ് തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യുക എന്നുള്ളതിന്റെ ആകത്തുകയായി ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നത്. ഈ അധ്യായത്തിൽ മുസന്നിഫ് റഹിമഹുല്ലാ 2 ആയത്തുകളും അതേപോലെ തന്നെ ഒരു ഹദീസുമാണ് കൊണ്ടുവരുന്നത്. ഒന്നാമതായി കൊണ്ടുവരുന്ന ആയത്ത് വഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫൻ
വലം യകു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രധാനപ്പെട്ട 4 സവിശേഷതകൾ വിവരിക്കുകയാണ്. ആ 4 സവിശേഷതകൾ തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 4 സവിശേഷതകൾ കൊണ്ട് സനാ ചെയ്യുകയാണ്, ഇവിടെ പ്രശംസിക്കുകയാണ്. ഏതൊക്കെയാണത്? ഒന്നാമതായി അല്ലാഹു പറയുന്നു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ഉമ്മത്തായിരുന്നു. ഉമ്മത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഐ ഖുദുവതൻ വ ഇമാമൻ മുഅല്ലിമൻ ലിൽ ഖൈർ, മാതൃകായോഗ്യനായിരുന്നു എന്നുള്ളതാണ്. വ്യത്യസ്ത അർത്ഥതലങ്ങളിൽ ഉമ്മത്ത് എന്നുള്ള പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം ഉമ്മത്തായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെടാൻ പറ്റുന്നയാൾ, മാതൃകയാക്കാൻ പറ്റുന്നയാൾ, ഇമാമായിരുന്നു. അതേപോലെ തന്നെ മുഅല്ലിമൻ ലിൽ ഖൈർ, നന്മ പഠിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലുമാണ്. ഒരാൾക്ക് ഈ പറയുന്ന ഇമാമത്ത് ലഭിക്കണമെങ്കിൽ, ഒരാളെ മാതൃകായോഗ്യനാക്കണമെങ്കിൽ പ്രധാനമായിട്ടും ഒന്നാമതായി വേണ്ടത് തൗഹീദ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. തൗഹീദ് ഇല്ലാത്ത ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാമാക്കുകയില്ല, ആളുകൾക്ക് മാതൃകായോഗ്യനാക്കുകയില്ല. അപ്പൊ തൗഹീദ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിന്റെ ഒരു ഘടകമാണ് അവൻ ഉമ്മത്താവുക. ഈ പറയുന്ന ഇമാമത്ത്, മാതൃകായോഗ്യനായി തീരുക എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട സവിശേഷതകൾ സമ്മേളിക്കുമ്പോഴാണ് അതൊരാൾക്ക് കൈവരിക. വളരെ അങ്ങേയറ്റത്തെ ക്ഷമയും അതേപോലെ തന്നെ ദൃഢമായ വിശ്വാസവും ആരിലാണോ സമ്മേളിക്കുന്നത് അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാമത്തിന്റെ പദവി നൽകുക. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. ബനു ഇസ്രായേലികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അഇമ്മത്തുകളെ അവർക്ക് നൽകി. മാതൃകായോഗ്യരായ ചില നേതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അഇമ്മത്തുകളാക്കിയത്? അവർ ക്ഷമയുള്ളവരായപ്പോൾ, അതേപോലെ തന്നെ നമ്മുടെ ആയാത്തുകളെ സംബന്ധിച്ച് യഖീനുള്ളവരായപ്പോൾ. ഈ 2 സവിശേഷതയും പ്രധാനപ്പെട്ടതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൽ ഇത് നല്ല രീതിയിൽ സമ്മേളിച്ചിരിക്കുന്നതായിട്ട് നമുക്കറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ പറയുന്ന 2 വിശേഷണവും അങ്ങേയറ്റം ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിലകൊള്ളുന്നുണ്ട്. വളരെ കഠിനമായ പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാം കടന്നു പോകുന്നുണ്ട്. ആ സമയങ്ങളിലെല്ലാം അടിപതറാതെ, പിന്നോട്ടടിക്കാതെ, ക്ഷമയോടെ അടിയുറച്ചു നിൽക്കുന്നു. അടിയുറച്ചു നിൽക്കാനുള്ള കാരണം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അചഞ്ചലമായ യഖീൻ ഉള്ള വിശ്വാസമാണ്, ദൃഢമായ വിശ്വാസത്തിനുടമയായിരുന്നു എന്നുള്ളതുമാണ്. അപ്പൊ ഇതാണ് ഒരാളെ ദീനിൽ ഇമാമാക്കി മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതാണ് ഒന്നാമത്തെ വിശേഷണമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകുന്നത്. ഇതിന് ഉലമാക്കൾ, മുഫസ്സിരീങ്ങൾ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അൽ ഉമ്മ, ഇവിടെ അൽ ഉമ്മത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഅല്ലിമുൽ ഖൈർ, നന്മ പഠിപ്പിക്കുന്നവൻ എന്നുള്ളതാണ്. യഅ്തമു ബിഹി അഹ്ലു ദുനിയ, ദുനിയാവിലുള്ള ആളുകൾ മുഴുവൻ അവരെന്ത് ചെയ്യുന്നു? പിന്തുടരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെയും അനിത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ പിന്തുടരാൻ കൽപ്പന കൊടുക്കുന്നുണ്ട്. വഖദ് ഇജ്തമഅ ഫീഹി ഖിസാലുൽ ഹമീദ മാ യജ്തമിഉ ഫീഹി ഫീ ഉമ്മത്തിൻ, ഒരു
ഉമ്മത്തിൽ, ഒരു സമൂഹത്തിൽ ഹമീദത്തായ, സ്തുത്യർഹമായ ഏതെല്ലാം നല്ല കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ടോ അതെല്ലാം തന്നെ ഒരാളിൽ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അങ്ങനെയുള്ള ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്കാണ് അൽ ഉമ്മത്ത് എന്ന് പറയുന്നത് എന്നാണ് ഇമാം മുജാഹിദ് റഹ്മഹുല്ലാ പറഞ്ഞത് കാണാം. കാന മുഅ്മിനൻ വഹദഹു വന്നാസു കുല്ലുഹും കുഫാർ. ഉമ്മത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റക്ക് മുഅ്മിനായിരുന്നു. ഒരു സമൂഹത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാൾ മാത്രം മുഅ്മിനായി ജീവിക്കുക, ചുറ്റുപാടുള്ളവർ അഖിലവും അദ്ദേഹത്തെ അവിശ്വാസത്തിന്റെ പേരിൽ ആക്ഷേപിക്കുക, പുറന്തള്ളുക. ഉപ്പ, അതേപോലെ തന്നെ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ, സമൂഹം, അവിടെയുള്ള ഭരണാധികാരികൾ എല്ലാവരും ഒന്നടങ്കം ഒരാളെ അവന്റെ വിശ്വാസത്തിന്റെ പേരിൽ ആക്ഷേപിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. കാന മുഅ്മിനൻ വഹദഹു, ഒറ്റക്ക് മുഅ്മിനായി ജീവിച്ചവനാണ്. വന്നാസു കുല്ലുഹും കുഫാർ, മുഴുവൻ ജനങ്ങളും എന്തായിരിക്കുമ്പോൾ? കുഫാറായിരിക്കുമ്പോൾ. അതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് ഇമാം മുജാഹിദ് റഹ്മഹുല്ലാ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതാണ് ഇപ്പൊ ഒന്നാമത്തെ വിശേഷണം. രണ്ടാമതായി ഖാനിതൻ, കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നവനായിരുന്നു. ഖാനിതൻ എന്ന് പറഞ്ഞാൽ അൽ ഖുനൂതു ദവാമുത് ത്വാഅ, നിരന്തരം ഇടർച്ചകളില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചു കൊണ്ടിരിക്കുന്നയാൾ, അവനാണ് ഖാനിത്ത് എന്ന് പറയുന്നത്. നിരന്തരം അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ കൽപ്പനകളെ, അവന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിക്കുക. ഉദാഹരണത്തിന്, ഒരാൾ നമസ്കരിക്കുന്ന ഒരാൾ, അവൻ ദീർഘമായി നമസ്കരിക്കുന്നു, റുകൂഉകൾ ദീർഘിപ്പിക്കുന്നു, സുജൂദുകൾ ദീർഘിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരാളെ ഖാനിത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കാണ് ഖാനിത്ത് എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ വിശേഷണം. ഫർവത്ത് ബിൻ നൗഫൽ അൽ അഷ്ജഈ റഹിമഹുല്ലാ പറയുന്നത് കാണാം, ഞാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന മുആദൻ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. മുആദ് റളിയല്ലാഹു അൻഹു ഉമ്മത്തായിരുന്നു, അള്ളാഹുവിന് അനുസരിക്കുന്ന ഖാനിത്തായിരുന്നു, ഹനീഫായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഫർവത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ഫഖുൽതു ഫീ നഫ്സി ഗലത അബു അബ്ദുറഹ്മാൻ, ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, അബു അബ്ദുറഹ്മാൻ, അതായത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തെറ്റുപറ്റിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, ഇബ്രാഹിം അലൈഹിസ്സലാമിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശേഷണം നൽകിയിരിക്കുന്നത്. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉമ്മത്തായിരുന്നു, ഖാനിതൻ ലില്ലാഹ് എന്ന് തെറ്റായി പറഞ്ഞതാണ് എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഖാൽ തദ്രി മൽ ഉമ്മ വമൽ ഖാനിത്, എന്തിനാണ് ഉമ്മത്ത് എന്ന് പറയുന്നത് നിനക്കറിയാമോ? ഖാനിത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാമോ? ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു ആലം, അല്ലാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുന്നത്. ഖാൽ, അബൂ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു, അൽ ഉമ്മത്തു, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അല്ലദീ യുഅല്ലിമുൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നയാളാണ്. വൽ ഖാനിത്, ഖാനിത് എന്ന് പറഞ്ഞാൽ അൽ മുതീഉ ലില്ലാഹി വലിറസൂലി, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ദൂതനെയും യഥാവിധം അനുസരിക്കുന്ന ആളുകൾക്കാണ് ഖാനിത് എന്ന് പറയുക. വകദാലിക കാന മുആദ് ബിൻ ജബൽ യുഅല്ലിമുൽ ഖൈറ വകാന മുതീഅൻ ലില്ലാഹി വലിറസൂലി, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അപ്രകാരമായിരുന്നു, അല്ലാഹുവിനെ അനുസരിക്കുകയും ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയും അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുകയും ചെയ്യുന്നവനായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പൊ ഖാനിത്ത് എന്ന് പറഞ്ഞാൽ നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് ജീവിക്കുക. അതേപോലെ തന്നെ ഉമ്മത്തുമായിരുന്നു. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നവനായ, നിരന്തരം അള്ളാഹുവിന് അനുസരണ അർപ്പിക്കുന്നതായ ആളായിരുന്നു. ഇവിടെ
ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ എന്ന ഈ ഭാഗത്തെ വിശദീകരിക്കുന്നിടത്ത് ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസം എന്ന നിലയിലാണ്. അതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നു, ലിഅല്ലാ യസ്തൗഹിഷ സാലിഖു ത്വരീഖി മിൻ ഖില്ലത്തി സാലിഖീൻ മിൻ ഖില്ലത്തി സാലിഖീൻ. ശരിയായ മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ, കാരണം മിൻ ഖില്ലത്തി സാലിഖീൻ, ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ പലപ്പോഴും കുറവുള്ള ആളുകളായിരിക്കും. വലിയ സംഘം അവരുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും അവർ ന്യൂനപക്ഷമായിരിക്കാം. അങ്ങനെ ന്യൂനപക്ഷമായിരിക്കുമ്പോഴും അവർക്ക് ഒറ്റപ്പെടലുകളും പ്രയാസങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഉമ്മത്തായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളഖിലവും കുഫാറുകളായപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന് അവന്റെ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ ഇടയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം നിലകൊണ്ടു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും ഇതൊരു ആശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പറയുമ്പോൾ ആളുകൾ ഒറ്റപ്പെടുത്തുകയുണ്ടായി, പ്രയാസങ്ങൾ അനുഭവിക്കുകയുണ്ടായി. പല രീതികളിൽ പ്രയാസപ്പെടുത്തിയപ്പോഴും ഇല്ല, ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ തന്നെയായിരുന്നു. മുൻകഴിഞ്ഞിരിക്കുന്ന അമ്പിയാക്കന്മാരുടെ രീതി അപ്രകാരം തന്നെയാണ് എന്ന് പഠിപ്പിക്കൽ കൂടി അതിലുണ്ട് എന്നുള്ളതാണ്. ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. ഖാനിതൻ ലില്ലാഹ് എന്നുള്ളതിനെ ചില ഉലമാക്കൾ വിശദീകരിച്ചത് കാണാം. ലാ ലിൽ മുലൂകി വലാ ലിത്തുജ്ജാരിൽ മുസ്റഫീൻ. ഭരണാധികാരികൾക്കോ അതല്ലെങ്കിൽ ആർഭാടപൂർണം ജീവിക്കുന്ന തുജ്ജാറുകൾ, കച്ചവടക്കാർക്കോ അങ്ങനെയുള്ള ആളുകൾക്ക് കീഴ്പ്പെടുന്നവനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവനായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. അതേപോലെ തന്നെ ഹനീഫൻ, ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫായിരുന്നു. അന്നഹു കാന ഹനീഫൻ ഐ അൽ മുഖ്ബിലു അലല്ലാഹ് അൽ മുഅരിദു അൻ കുല്ലി മാ സിവാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നേരിട്ട് മുന്നോട്ട് നടക്കുന്നവൻ, അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുന്നവൻ, അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അവനിലേക്ക് അടുക്കുന്നവൻ, അള്ളാഹുവിന് പുറമെയുള്ള സകല ആരാധ്യരെയും വിട്ടുകളഞ്ഞ് അവരിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം മുന്നേറുന്നവൻ, അവനാണ് ഹനീഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലാ യമീലു യമീനൻ വലാ ശിമാൽ, വലത്തോ ഇടത്തോ നോക്കാതെ അള്ളാഹുവിലേക്ക് മുസ്തഖീമായ വഴിയിലൂടെ ചായ്വുകളില്ലാതെ ബാത്തുലായ വിശ്വാസങ്ങളിലേക്ക്, കർമ്മങ്ങളിലേക്ക്, അതിലേക്ക് ചെരിയാതെ ഹക്കിലേക്ക് മാത്രം ചേർന്ന് നിൽക്കുന്നവൻ. ഇതാണ് ഹനീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമതായി അന്നഹു കാന വലം യകു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം മുശ്രിക്കീങ്ങളിലും പെട്ടവനായിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം മുശ്രിക്കീങ്ങളിലും പെട്ടവനായിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം മുവഹിദീങ്ങളിൽപ്പെട്ടയാളായിരുന്നു, മുസ്ലിമീങ്ങളിൽപ്പെട്ടയാളായിരുന്നു. ഇതാണ് നാലാമത്തെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ തൗഹീദ് സാക്ഷാത്കരിക്കണമെങ്കിൽ ശിർക്ക് പാടില്ല, മുഅ്മിനീങ്ങളോടുകൂടെ അടിയുറച്ചു നിൽക്കുന്നവനായിരിക്കണം. മുശ്രിക്കുകളോടുകൂടെ ചേരാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇതിനെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ ഇതിന്റെ പ്രധാനപ്പെട്ട എന്തിനാണ് ഇങ്ങനെ ഈ സവിശേഷതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നൽകുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദ് സാക്ഷാത്കരിച്ചയാളാണ്. തൗഹീദ് സാക്ഷാത്കരിച്ച ഒരാൾക്കുണ്ടാകേണ്ട ഗുണങ്ങളാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഇത് പറയുന്നതിലൂടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ലക്ഷ്യമാക്കുന്നുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യം കൊണ്ടാണോ ഈ പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പ്രശംസിച്ചിരിക്കുന്നത്, അള്ളാഹു ആരെയാണോ സ്തുത്യർഹമായ കാര്യങ്ങൾ കൊണ്ട് പ്രശംസിക്കുന്നത് അവരോട് നമുക്ക് ഇഷ്ടമുണ്ടാകണം എന്നുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടുന്നു, അവരെ അള്ളാഹു സനാ ചെയ്യുകയാണ്, പ്രശംസിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നാം ഇഷ്ടപ്പെടുക എന്നുള്ളത് അതിൽ നിന്ന് നാം നേടിയെടുക്കേണ്ട പാഠമാണ്.
ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആദർശം മുറുകെ പിടിച്ചിരിക്കുന്ന ആളുകളെയും നാം എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് എതിരിട്ട കുഫാറുകളായ മുശ്രിക്കീങ്ങളായ ആളുകളോട് നമുക്ക് വെറുപ്പുമുണ്ട്. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ക്രൂരമായ അക്രമങ്ങൾ കാണിച്ച അള്ളാഹുവിന്റെ ശത്രുക്കളാണവർ. അതുകൊണ്ട് അവരോട് നമുക്ക് വെറുപ്പുണ്ടാവുക എന്നുള്ളതും അതിന്റെ ഭാഗമാണ്. ഇത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നുവോ, ആരെയെല്ലാം അള്ളാഹു സനാ ചെയ്യുന്നുവോ, പ്രശംസിക്കുമോ നല്ല കാര്യങ്ങൾ കൊണ്ട്, അവരോട് നമുക്ക് ആ ഇഷ്ടമുണ്ടാകേണ്ടതുണ്ട്. ആരെയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്തത് അവരോട് നമുക്ക് വെറുപ്പും ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു മലായിക്കത്തിന് ഇഷ്ടപ്പെടുന്നു. സ്വാഭാവികമായും മലായിക്കത്തിന് നാം ഇഷ്ടപ്പെടുന്നു. നമ്മുടെ വർഗത്തിൽപ്പെട്ടവരല്ല, മനുഷ്യരല്ല, എങ്കിൽ പോലും നാം അവരെ ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹു ഷൈത്വാന്മാരെ വെറുക്കുന്നു, നാമും എന്ത് ചെയ്യുന്നു? അവർ വെറുക്കുന്നു. ഷൈത്വാനിന്റെ അനുയായികളെയും നാമും വെറുക്കുന്നു. അപ്പൊ ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. മറ്റൊരു പാഠം, ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്ന ഈ സവിശേഷതകൾ നമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നതായ സവിശേഷതകൾ നമുക്ക് പറഞ്ഞു നൽകുന്നത്. പ്രത്യേകിച്ചും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ ഗുണങ്ങൾ പിന്തുടരപ്പെടേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അല്ലാഹു ഇത് പറഞ്ഞു നൽകുന്നുണ്ട്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. ഇബ്രാഹിം അലൈഹിസ്സലാമിലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്നവരിലും, അതായത് മുൻകഴിഞ്ഞതായ അമ്പിയാക്കന്മാരഖിലവും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂടെ ഈ വിഷയത്തിൽ നിലകൊണ്ടവരാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമും അതേപോലെ തന്നെ മറ്റുള്ള അമ്പിയാക്കന്മാരിലഖിലവും നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട്, നല്ല മാതൃകയുണ്ട്. എന്താണ് ആ മാതൃക? ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. അവർ അവരുടെ ജനതയോട് പറഞ്ഞതായ സന്ദർഭം, ഞങ്ങൾ നിങ്ങളിൽ നിന്നും അള്ളാഹുവിന് പുറമെ നിങ്ങൾ എന്തിനെയെല്ലാം ഇബാദത്തുകൾ ചെയ്യുന്നുവോ അതിൽ നിന്നെല്ലാം ഞങ്ങൾ മുക്തരാണ്. ഞങ്ങൾക്കതുമായി യാതൊരു ബന്ധവുമില്ല. അതുമായുള്ള ബന്ധം ഞങ്ങൾ വിച്ഛേദിക്കുകയാണ്. കഫർനാ ബികും വബദാ ബൈനനാ വബൈനകുമുൽ അദാവ. നിങ്ങളെ ഞങ്ങൾ നിഷേധിക്കുകയാണ്, നിഷേധിച്ചു തള്ളുകയാണ്. നമ്മുടെയും നിങ്ങളുടെയും ഇടയിൽ അൽ അദാവ, ശത്രുത ഇതാ പ്രകടമായിരിക്കുകയാണ്. വൽ ബഗ്ദാഉ അബദ, വിദ്വേഷവും എന്നേക്കുമായി പ്രകടമായിരിക്കുകയാണ്. കാരണം നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല, അള്ളാഹുവിന്റെ ഏകത്വത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള കാരണത്താൽ. ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്നത് വരെയും അത് നിലനിൽക്കും എന്ന്, ഇത് നിങ്ങൾക്കുള്ള മാതൃകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ളതായ ഗുണങ്ങൾ നിങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ട്, അതിനെ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? ഈ വിശേഷണങ്ങൾ എടുത്തു പറയുന്നത്. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ പറയുന്നത് കാണാം, ഫതബയ്യന ബിഹാദാ അന്നഹു ലാ യസിഹു തഹ്ഖീഖു മഅനാ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിന്റെ ആശയം അത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുക എന്നുള്ളത് ശരിയാവുകയില്ല. ആർക്കല്ലാതെ? ഇല്ലാ ലിമൻ ലം യകുൻ ഫീ ഖൽബിഹി ഇസ്റാറുൻ അലാ മഹബ്ബതി മാ യക്റഹുല്ലാഹ്. ഒരാൾക്കല്ലാതെ. എങ്ങനെയുള്ള ഒരാളാണ്? അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നതായ ഒന്നിനോടുള്ള സ്നേഹത്തിന്റെ മേൽ അവൻ അടിയുറച്ചു നിൽക്കുന്നില്ല. അള്ളാഹു ഒരു കാര്യത്തെ വെറുക്കുകയാണ്, ആ കാര്യത്തോട് ഇവന് മഹബ്ബത്താണ്, സ്നേഹമാണ്. അങ്ങനെയാണ് എങ്കിൽ അവന്റെ തൗഹീദ് എന്താവുകയില്ല? യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടവനാവുകയില്ല. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായ നിലയിൽ പൂർത്തീകരിച്ചവനാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. വെറുക്കുന്ന ഒരു കാര്യത്തോടുള്ളതായ മഹബ്ബത്തിൽ ഇവൻ അടിയുറച്ചു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൗഹീദ് പൂർണ്ണമായി എന്ന് പറയാൻ സാധിക്കുകയില്ല. വലാ അലാ ഇറാദതി മാ ലാ യുരീദുഹു അല്ലാഹ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇച്ഛ, അല്ലാഹുവിന്റെ ഉദ്ദേശങ്ങൾ, ശർഈയായ ഉദ്ദേശങ്ങൾ, അല്ലാഹു നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ,
അങ്ങനെയുള്ളതായ കാര്യങ്ങളോട് വല അല ഇറാദത്തി മാ ലാ യുരീദുഹുല്ലാ, അള്ളാഹു ഉദ്ദേശിക്കാത്തതായ കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാണ് ഉദ്ദേശിക്കുക. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നിട്ട് അതിന്റെ മേൽ അടിയുറച്ചു നിൽക്കുന്നു. വമതാ കാന ഫിൽ ഖൽബി ശൈഉം മിൻ ദാലിക് കാന ദാലിക നഖ്സൻ ഫി തൗഹീദ്. ആരുടെ ഹൃദയത്തിലാണോ എപ്പോഴാണോ ഇത് കടന്നു വരുന്നത് അവന്റെ തൗഹീദിൽ നിന്നുണ്ടാകും, കുറവുണ്ടായിരിക്കും എന്ന് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനോട് സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. അതിനോട് വെറുപ്പ് വെക്കുകയും ആ വെറുപ്പിൽ ആരെങ്കിലും അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യം അതിനെ ഇവൻ എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടപ്പെടാതിരിക്കുകയും അതിന്റെ മേൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് അത് തൗഹീദിന് കോട്ടമുണ്ടാക്കുന്ന ദുർബലപ്പെടുത്തുന്നതായ കാര്യമാണ്. തൗഹീദ് യാഥാർത്ഥ്യവൽക്കരിക്കണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ സ്വഭാവങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നേടിയെടുക്കേണ്ടതുണ്ട്. അതിനാണ് ഇമാം മുസന്നിഫ് റഹിമഹുല്ലാഹ് തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിന്റെ അധ്യായത്തിൽ ഒന്നാമതായി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ സവിശേഷതകൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. വഖാൽ, വീണ്ടും മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു, അല്ലാഹു തആല പറഞ്ഞു, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ഇത് നല്ലവരായ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളുടെ സവിശേഷതയായി പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണുന്നതാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹു എന്താണോ അനിവാര്യമായി നിർബന്ധമാക്കിയിരിക്കുന്നതായ ബാധ്യതകൾ അതിനെ നിറവേറ്റുകയും അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അതോടൊപ്പം തന്നെ നാം ചെയ്തിരിക്കുന്നതായ ആമാലുകൾ അള്ളാഹു അത് സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ എന്ന് പേടിക്കുകയും ചെയ്യുന്നതായ നന്മയിൽ അതിവേഗം മുന്നേറുന്ന ആളുകളുടെ സവിശേഷത പറയുന്നിടത്ത് ഒരായത്തായിട്ട് അല്ലാഹു പറയുന്നതാണ്, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അവർ അവരുടെ റബ്ബിൽ ശിർക്ക് വയ്ക്കാത്ത ആളുകളാണ്. അപ്പൊ ശിർക്ക് വയ്ക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഈ പറയുന്നതായ സവിശേഷതയ്ക്ക്, ഗുണങ്ങൾക്ക് അർഹരായിരിക്കുന്നത് എന്നർത്ഥം. ഇമാം സഅദി റഹ്മഹുല്ലാഹ് അതിനെ വിശദീകരിക്കുന്ന പ്രകാരമാണ്, ലാ ശിർകൻ ജലിയൻ കത്തിഖാദി ഗൈരില്ലാഹി മഅബൂദ. പ്രകടമായ ഷിർക്ക് അവർ ചെയ്യുകയില്ല, അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും മഅബൂദുകളെ സ്വീകരിക്കുന്നത് പോലെ. അങ്ങനെ യദ്ഊഹു വയർജു, അവരോട് ദുആ ചെയ്യുന്നു. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും സൃഷ്ടികളോട് ഒരാൾ ദുആ ചെയ്യുകയാണ്, അവരോട് ഇസ്തിഗാസകൾ നടത്തുകയാണ്, അവരിൽ പ്രതീക്ഷകൾ അർപ്പിക്കുകയാണ്. ഇത് ജലിയായ പ്രകടമായ വലിയ ഷിർക്കിൽപ്പെട്ടതാണ്. അപ്പോൾ പ്രകടമായ ഷിർക്ക് ചെയ്യുകയില്ല. അതേപോലെ തന്നെ വലാ ഷിർക്കൻ ഖഫിയൻ, ഗോപ്യമായ ഷിർക്കും അവർ ചെയ്യുകയില്ല. കർരിയാഇ വനഹ്വി, പ്രകടനപരത പോലെ, ലോകമാന്യത പോലെ. ബൽഹും മുഖ്ലിസൂന ലില്ലാഹി ഫി അഖ്വാലിഹിം വഅഅമാലിഹിം വസായിരി അഹ്വാലിഹിം. എന്നാൽ അവർ അള്ളാഹുവിനോട് ഇഖ്ലാസ് കാണിക്കുന്നവരാണ്. അള്ളാഹുവിന് മാത്രമായിരിക്കും അവരുടെ അമലുകൾ, അതിൽ നിന്ന് വേറെ യാതൊരു നേട്ടങ്ങളും അവർ പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ വാക്കുകളും അവരുടെ പ്രവർത്തികളും മറ്റുള്ള അവസ്ഥകളെല്ലാം തന്നെ ഇഖ്ലാസ് ഉള്ളതായിരിക്കും. ഇതാണ് വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോ നന്മയിൽ മുന്നേറുന്നതായ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകളുടെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, ശിർക്ക് ചെയ്യുകയില്ല എന്നുള്ളത്. തൗഹീദ് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടണമെങ്കിൽ അവിടെ എന്ത് വേണം, ശിർക്ക് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി മാറുക എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമതായി മുസന്നിഫ് കൊണ്ടുവന്നിരിക്കുന്ന ആയത്ത്. അതിനുശേഷം മറ്റൊരു ഹദീസ് മുസന്നിഫ് റഹ്മഹുല്ലാഹ് കൊണ്ടുവരികയാണ്. അൻ ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ ഖാൽ, ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ റഹിമഹുല്ലാഹയെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ അബൂ ഹുദൈൽ അൽ കൂഫി അസ്സുലമി റഹിമഹുല്ലാഹയാണ്. ഹിജ്റ 136 വഫാത്താകുന്ന ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, കുന്തു ഇൻദ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻ, ഞാൻ സഈദ് ബിൻ ജുബൈർ
റളിയല്ലാഹു റഹിമഹുല്ലയുടെ അരികിലായിരുന്നു. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ല താബിഈങ്ങളിലെ പ്രമുഖനായ പണ്ഡിതനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ശിഷ്യന്മാരിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരാളാണ് സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ല. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ മുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അരികിൽ ഞാൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ പറയുകയാണ്, സഈദ് ബിൻ ജുബൈറിന്റെ അടുക്കലായിരിക്കെ ഫഖാൽ, അദ്ദേഹം ചോദിച്ചു, അയ്യുക്കും റആ അൽ കൗകബല്ലദീ ഇൻഖദ്ദൽ ബാരിഹ, നിങ്ങളിൽ ആരാണ് കഴിഞ്ഞ ദിവസം രാത്രി ഭൂമിയിലേക്ക് പതിച്ചതായ തീക്കൊള്ളി നക്ഷത്രം അത് കണ്ടതാരാണ് എന്ന് സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ല ചോദിച്ചു. അപ്പൊ കഴിഞ്ഞ രാത്രിയിൽ ഒരു പ്രത്യേകമായ സംഭവം നടന്നു. ഭൂമിയിലേക്ക് തീ പതിക്കുന്നതായിട്ട്, നക്ഷത്രം വീഴുന്നത് പോലെ തീ പതിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. ഇതാരാണ് നിങ്ങളിൽ കഴിഞ്ഞ ദിവസം കണ്ടത് എന്ന് സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ല ചോദിച്ചു. ഫഖുൽതു, അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. സുമ്മ ഖുൽതു, എന്നിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അമാ ഇന്നി ലം അകുൻ ഫീ സ്വലാത്തിൻ വലാകിന്നി ലുദിഗ്തു, ഞാൻ കാണാൻ ഇടയായത് രാത്രിയിൽ ഉറങ്ങാതെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച കാരണത്താലല്ല. ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുകയായിരുന്നില്ല. തെറ്റിദ്ധരിക്കാതിരിക്കാൻ പറയുകയാണ്. സലഫുകളുടെ സവിശേഷതയാണ് അവർ അവരുടെ ഇബാദാത്തുകളിൽ സമ്പൂർണമായ ഇഖ്ലാസിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നു. റിയാ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ദൂരം പാലിക്കാൻ പരിശ്രമിക്കുന്നവരായിരുന്നു സലഫുകൾ. അപ്പൊ ഞാൻ രാത്രിയിൽ അത് കണ്ടു എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചേക്കുമോ? ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് കാണാനിടയായത് എന്ന് തെറ്റിദ്ധരിച്ചേക്കണ്ട എന്ന് കരുതിയിട്ട് ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ റഹിമഹുല്ല പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് നമസ്കരിക്കുകയൊന്നുമായിരുന്നില്ല എന്ന് പറയുകയാണ്. ഇത് സലഫുകളുടെ ധാരാളം ഉദ്ധരണികളിൽ കാണാം. അവർ ഇബാദാത്തുകൾ പലപ്പോഴും ചെയ്യുമായിരുന്നു, മറച്ചു വെക്കുമായിരുന്നു. ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, മറ്റൊരാൾ കടന്നു വന്നാൽ ഖുർആൻ എടുത്ത് ചെയ്യും, മടക്കി മാറ്റിവെക്കുമായിരുന്നു, മുസ്ഹഫുകൾ മാറ്റിവെക്കുമായിരുന്നു. അപ്പോ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് അവരുടെ രീതിയായിരുന്നില്ല. പരമാവധി ഇഖ്ലാസ് ഇബാദാത്തുകളിൽ അവർ മുറുകെ പിടിക്കുമായിരുന്നു. അപ്പൊ ഞാൻ നമസ്കാരത്തിൽ ഒന്നുമായിരുന്നില്ല എന്ന് പറയുകയാണ്. വലാകിന്നി ലുദിഗ്തു, പിന്നെ എന്താണ് എനിക്കത് കാണാൻ ഇടയാക്കിയ കാര്യം? എനിക്ക് വിഷം തീണ്ടപ്പെട്ടു, തേളുകളോ അല്ലെങ്കിൽ പാമ്പോ അതുപോലുള്ള വിഷജീവികൾ കുത്തുന്നതിനാണ് അങ്ങനെ പറയുന്നത്. വലാകിന്നി ലുദിഗ്തു, എനിക്ക് വിഷം തീണ്ടപ്പെട്ടു. ഖാൽ, അപ്പോ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ല ചോദിച്ചു, ഫമാ സ്വനഅത, അപ്പൊ നീ എന്താണ് ചെയ്തത്? വിഷം തീണ്ടിയിട്ട് എന്ത് ചെയ്തു? അപ്പൊ ഖുൽതു, ഞാൻ പറഞ്ഞു, ഇർതഖൈതു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന, ഇമാം അഹ്മദും ഇബ്നു ഹിബ്ബാനും എല്ലാം ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഇസ്തർഖൈതു, എനിക്ക് മന്ത്രിച്ചു നൽകാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇർതഖൈതു, ഞാൻ മന്ത്രിച്ചു എന്നാണ് ഒരു റിപ്പോർട്ടിൽ, ഞാൻ മന്ത്രിച്ചു തരുന്നതിന് ആവശ്യപ്പെട്ടു എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ. ഖാൽ, അപ്പോ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ല ചോദിച്ചു, ഫമാ ഹമലക അലാ ദാലിക്, എന്താണ് നീ അങ്ങനെ ചെയ്യാനുള്ള നിന്റെ ആധാരം, നിന്റെ തെളിവെന്താണ്? നിന്നെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പോൾ ഒരു അമൽ ചെയ്യുമ്പോൾ സലഫുകൾ ആ രീതിയിലാണ്. അവർ കേവലം എന്ത് ചെയ്യില്ല, അന്ധമായി പിന്തുടരുന്നവരോ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്നവരോ ആയിരുന്നില്ല. ഏത് അമലുകൾ ചെയ്യുന്നുവോ അതിനെന്ത് വേണം? തെളിവുകൾ അവർക്ക് അനിവാര്യമായിരുന്നു. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ല ഉടനെ തന്നെ ചോദിക്കുകയാണ്, എന്താണ് നിന്നെ അതിന് പ്രേരിപ്പിച്ചത്? എന്തിനാണ് നീ അങ്ങനെ മന്ത്രിച്ചത്? അപ്പോ ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ റഹിമഹുല്ല പറഞ്ഞു, ഖുൽതു ഹദീസുൻ ഹദ്ദസനാഹു അശ്ശാബി, ഷാബി ഞങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്ന ഹദീസാണ്. അപ്പൊ സനദാണ് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾക്കുള്ള സനദ്? അപ്പൊ ദാ ഈ ഹദീസ് ഉണ്ട്. ഖാല വമാ ഹദ്ദസകും, അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഹദീസ്? ഖുൽതു, ഞാൻ പറഞ്ഞു, ഹദ്ദസനാ അൻ ബുറൈദത്ത് ബിനുൽ ഹുസൈബ് അന്നഹു ഖാൽ, ബുറൈദത്ത് ബിനുൽ ഹുസൈബ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, അന്നഹു ഖാൽ ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമതിൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചതായി പറയുകയാണ്. ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ
ഔ ഹുമത്തിൻ, റുഖിയയില്ല കണ്ണേറിനും അതേപോലെ തന്നെ വിഷം തീണ്ടിയതിനുമല്ലാതെ. അപ്പോൾ കണ്ണേറ് ഉണ്ടായാൽ, കണ്ണേറ് മുഖേന പ്രയാസങ്ങൾ ഉണ്ടായാൽ, അതേപോലെ തന്നെ വിഷം തീണ്ടപ്പെട്ടാൽ അവിടെ എന്ത് ചെയ്യാം? റുഖിയ ചെയ്യാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിവക്ഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷിഫാ, ശമനം ആഗ്രഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ സാധൂകരിക്കുക, ഏറ്റവും നല്ല രീതിയിൽ ഷിഫ ലഭിക്കുന്നത്, റുഖിയ ചെയ്താൽ ഏറ്റവും അധികം ശമനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഏതാണ്? ഈ പറയുന്ന വിഷം തീണ്ടലും അതേപോലെ തന്നെ കണ്ണേറുമാണ്. ഇവ രണ്ടിനും എന്ത് ചെയ്യും? റുഖിയ ചെയ്താൽ അതിന് വലിയ ഫലമുണ്ട് എന്നുള്ളതാണ് അതിന്റെ വിവക്ഷ എന്ന് പറഞ്ഞു. ഫഖാൽ, അപ്പൊ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ല പറഞ്ഞു, ഖദ് അഹ്സന മൻ ഇൻതഹാ ഇലാ മാ സമിഅ, കേട്ടത് അനുസരിച്ചുകൊണ്ട്, ഹദീസ് ലഭിച്ചതനുസരിച്ചുകൊണ്ട് അതിനെ തത്ബീഖ് ചെയ്ത, അതിനെ പ്രാവർത്തികമാക്കിയാൽ എത്ര നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ അതിനെ പ്രശംസിക്കുകയാണ്. ഇൽമ് അനുസരിച്ച് നൽകപ്പെട്ടിരിക്കുന്ന ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കുക, ഇൽമ് നേടുക, പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതല്ല. അപ്പൊ അതിന് പ്രശംസിക്കുകയാണ്. നൽകപ്പെട്ടിരിക്കുന്നതായ ഇൽമ് അനുസരിച്ച് എന്ത് ചെയ്യണം? അത് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനെ പ്രശംസിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വലാകിൻ ഹദ്ദസനാ ഇബ്നു അബ്ബാസിൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്? ഉരിദത് അലയ്യൽ ഉമം, ഉമ്മത്തുകളെ, മുൻകഴിഞ്ഞിരിക്കുന്ന സമൂഹങ്ങളെ എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഫറഅയ്തു നബിയ വമഅഹു റഹ്തു, ഞാൻ ഒരു നബിയെ കണ്ടു. നാളെ ഖിയാമത്ത് നാളിൽ അമ്പിയാക്കന്മാർ, ഓരോ നബിമാരും അവരെ പിന്തുടരുന്ന ആളുകളെയുമായി കൊണ്ട് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പോൾ ഞാൻ ഒരു നബിയെ കണ്ടു. അപ്പോൾ വമഅഹു റഹ്തു, ആ നബിയോട് കൂടെ ഒരു റഹ്ത്താണുള്ളത്. 10 താഴെയുള്ള ഒരു സംഘത്തിനാണ് പറയുന്നത്. ഒരു നബിയെ ഞാൻ കണ്ടപ്പോൾ ആ നബിയുടെ കൂടെ 10 താഴെ കുറച്ചാളുകളെ ഉള്ളൂ. വന്നബിയ വമഅഹു റജുലു വറജുലാൻ, വേറൊരു നബിയെ കണ്ടപ്പോൾ ആ നബിയുടെ കൂടെ 1-2 മനുഷ്യന്മാര് മാത്രമേ ഉള്ളൂ. വന്നബിയ വലൈസ മഅഹു അഹദുൻ, വേറൊരു നബി തനിച്ചാണ് ഹാജരാക്കപ്പെടുന്നത്, കൂടെ മറ്റാരും തന്നെയില്ല. ഇദ് റുഫിഅ ലി സവാദുൻ അദീമുൻ, അന്നേരം വലിയ ഒരു സംഘത്തെ കൊണ്ടുവരപ്പെട്ടു, വലിയൊരു സംഘം ആളുകളെ കാണുകയാണ്. ഫദനന്തു അന്നഹും ഉമ്മത്തി, ഞാൻ കരുതി അത് എന്റെ ഉമ്മത്ത് ആയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു. ഫഖീല ലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഹാദാ മൂസ വ ഖൗമു, ഇത് മൂസ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമിന്റെ സമൂഹവുമാണ്. ഫനദർതു ഫഇദാ സവാദുൻ അദീം, അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അതിനേക്കാൾ വിപുലമായ മറ്റൊരു വലിയ സംഘം ആളുകളെ ഞാൻ കാണുകയാണ്. ഫഖീല ലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഹാദിഹി ഉമ്മതുക്, ഇതാണ് താങ്കളുടെ സമൂഹം. വമഅഹും 70,000, അവരുടെ കൂട്ടത്തിൽ 70,000 ആളുകളുണ്ട്. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക? ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, വിചാരണയൊന്നും കൂടാതെ, ശിക്ഷയൊന്നും ഏൽക്കാതെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് അവർ 70,000 ആളുകൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, ثم نهض فدخل منزله, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് വീട്ടിലേക്ക് പ്രവേശിച്ചു. فخاض الناس في اولئك, സ്വഹാബികൾ ആരായിരിക്കും ഈ ആളുകൾ എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ ചർച്ചകളിൽ ഏർപ്പെട്ടു. فقال بعضهم, സ്വഹാബികളിൽ ചിലർ പറഞ്ഞു, فلعلهم الذين صحبوا رسول الله صلى الله عليه وسلم, വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിച്ച സ്വഹാബികളായിരിക്കാം. വഖാല ബഅദുഹും, വേറെ ചിലർ പറഞ്ഞു, ഫലഅല്ലഹും الذين ولدوا في الاسلام فلم يشركوا بالله شيئا, അവരൊരു പക്ഷേ ഇസ്ലാമിൽ തന്നെ ജനിച്ചു വളർന്നവരായിരിക്കാം, തീരെ ശിർക്ക് ചെയ്യാത്ത, ശിർക്കിന്റെ യാതൊരു അംശവും പേറാത്തതായ, ഇസ്ലാമിൽ തന്നെ ജനിച്ചു വളർന്ന്
വന്നയാളുകളായിരിക്കാം. വദക്കർ വഷിയ, അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ സ്വഹാബികൾ രേഖപ്പെടുത്തി. ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറൂ, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന 70,000 ആളുകൾ, തൗഹീദ് സാക്ഷാത്കരിച്ചതായ ആളുകൾ, അവർ ആരാണ്? എന്താണ് അവരുടെ പ്രത്യേകത? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാത്തതായ ആളുകളാണ്. വലാ യക്തവൂൻ, കൈ ചികിത്സ നടത്താൻ വേണ്ടി ആവശ്യപ്പെടാത്തതായ ആളുകളാണ്. വലാ യതതയ്യറൂൻ, പക്ഷിയുടെ ശബ്ദങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കാലങ്ങൾ, സമയങ്ങൾ, അതെല്ലാം കൊണ്ട് എന്ത് ചെയ്യുക? ശകുനം നോക്കുക. ഇങ്ങനെ ശകുനം നോക്കാത്തതായ ആളുകളാണ്. പക്ഷിയുടേത് മാത്രമല്ല, അതുപോലെ ശകുനം നോക്കുന്ന ഏതെല്ലാം ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്യും? അതിൽ ഉൾപ്പെടും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിങ്കൽ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സവിശേഷത പറഞ്ഞു കൊടുത്തു. ഫഖാമ ഉക്കാശത്ത് ബിൻ മുഹ്സനിൻ ഫഖാൽ, അബു ഉക്കാശ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, ഞാൻ എന്നെ അവരിൽ ഉൾപ്പെടുത്താൻ അള്ളാഹുവിനോട് നബിയെ താങ്കൾ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം എന്ന് ഉക്കാശത്ത് ബിൻ മുഹ്സൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പറഞ്ഞു. ഖാൽ അൻത മിൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ അവരിൽപ്പെട്ട ആളാണ്, അവരിൽ താങ്കൾ പെടും. വിചാരണയില്ലാതെ, അതേപോലെ തന്നെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ താങ്കൾ ഉണ്ടാകും. ثم قام رجل آخر فقال, വേറൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, അവരിൽ എന്നെയും ഉൾപ്പെടുത്താൻ നബിയെ താങ്കൾ ദുആ ചെയ്യണം. ഫഖാൽ സബഖക ബിഹാ ഉക്കാശ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വിഷയത്തിൽ ഉക്കാശ താങ്കളെ മുൻകടന്നിരിക്കുകയാണ്, താങ്കൾ അതിൽ പെടുകയും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, പെടുമെന്നും പറഞ്ഞില്ല. ഉക്കാശ റളിയല്ലാഹു അൻഹു താങ്കളെ ഈ വിഷയത്തിൽ മുൻകടന്നിരിക്കുന്നു എന്ന് മാത്രം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇവിടെ വിചാരണ കൂടാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ സവിശേഷതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. അവർ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടാത്ത ആളുകളാണ്. റുഖിയ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്തു കൊടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ റുഖിയ ചെയ്തിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം റുഖിയ ചെയ്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റുഖിയ ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് വിലക്കിയിട്ടില്ല. അപ്പൊ റുഖിയ ചെയ്യുന്നതല്ല, റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നുള്ളത് ഈ തൗഹീദിന്റെ സമ്പൂർണതയ്ക്ക് എന്താണ്? കോട്ടമുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കൈ ചികിത്സ നടത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. കൈ ചികിത്സ എന്നുള്ളത് ശക്തമായ വേദന, വയറിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങളിലോ കഠിനമായ വേദന ഉണ്ടാകുമ്പോൾ തീ ഉപയോഗിച്ചുകൊണ്ട് കരിക്കൽ ചികിത്സയാണ്. ഇത് എന്ത് ചെയ്യും? പഴയ കാലങ്ങളിൽ നടത്തി വന്നിരുന്ന ഒരു ചികിത്സയാണ്. ഇത് നിവൃത്തിയില്ലാത്ത സമയങ്ങളിൽ നിർവഹിക്കാവുന്നതാണ്, അനുവദനീയമായ കാര്യമാണ്. പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക എന്നുള്ളതിനെയാണ് ഇവിടെ നിരുത്സാഹപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ പക്ഷിശാസ്ത്രം നോക്കുക, ശകുനം നോക്കുക, ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ തവക്കുലാക്കിയതായ ആളുകൾ. ഈ ഇതുമായി ബന്ധപ്പെട്ട വേറെ ചില ഹദീസുകളിൽ കാണാം, ഇങ്ങനെ വിചാരണ കൂടാതെ ശിക്ഷ കൂടാതെ സ്വർഗപ്രവേശനം നടത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് മറ്റു ചില ഹദീസുകളിൽ ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅദനി റബ്ബി അൻ യദ്ഖുലൽ ജന്ന മിൻ ഉമ്മതി വഅദനി റബ്ബി അൻ യുദ്ഖിലൽ ജന്നത മിൻ ഉമ്മതി 70,000 70,000 ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് റബ്ബ് എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ലാ ഹിസാബ ലഹും വലാ അദാബ്, അവർക്ക് ശിക്ഷയോ വിചാരണയും ഉണ്ടാവുകയില്ല. മഅ കുല്ലി അൽഫിൻ 70,000, ഓരോ 1000 കൂടെയും 70,000 വേറെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ വസലാസു ഹഫയാത്തിൻ മിൻ ഹഫയാത്തി റബ്ബി, എന്റെ റബ്ബിന്റെ 3 ഹഫയാത്തുകളും
ആ ഹസയാത്ത് എന്താണെന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. സാധാരണ ഭാഷയിൽ ഹസയാത്ത് എന്ന് പറഞ്ഞാൽ കോരലുകളാണ്, കൈകൾ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന കോരലാണ്. അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ 3 കോരലുകളും അവരെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ 1000 കൂടെയും 70,000 അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭ്യർത്ഥന പ്രകാരമായിരുന്നു എന്ന് വേറെ ചില ഹദീസുകളിൽ കാണാം. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? തൗഹീദ് സാക്ഷാത്കരിച്ചവരായിരുന്നു അവർ എന്നുള്ളതാണ് അതിന്റെ സവിശേഷതയായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ശിക്ഷയില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ഇനി ഈ അധ്യായത്തിൽ ഈ ആയാത്തുകളിൽ നിന്ന് ഈ ഹദീസുകളിൽ നിന്ന് ചില മസ്അലകൾ മുസന്നിഫ് റഹിമഹുല്ലാഹ് അതിന്റെ വിശദീകരണം എന്നോണം കൊണ്ടുവരുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം മഅരിഫത്തു മറാത്തിബിൻ നാസി ഫി തൗഹീദ്. തൗഹീദിന്റെ കാര്യത്തിൽ ജനങ്ങൾ വ്യത്യസ്ത മർത്തബയിലായിരിക്കും, എല്ലാവരും ഒരേപോലെ ആയിരിക്കുകയില്ല. ആളുകൾ വ്യത്യസ്ത ദറജയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ട് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവരിൽ എന്താണ് തൗഹീദ് ഉള്ളവർ തന്നെയാണ്. മന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നവരും ആവശ്യപ്പെടാത്തവരും, കൈ ചികിത്സ നടത്തുന്നവരും നടത്താത്തവരും, അങ്ങനെ അതിൽ എന്തുണ്ടാകും? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. തൗഹീദിന്റെ കാര്യത്തിൽ ഒരേ പൊസിഷനിലായിരിക്കുകയില്ല എന്നത് ഈ ഹദീസ്, ഈ അധ്യായം നൽകുന്ന ഒരു പാഠമാണ്. മറ്റൊരു മസ്അല മാ മഅന തഹ്ഖീഖ്. തൗഹീദ് തഹ്ഖീഖ് ചെയ്യുക എന്നുള്ളതിന്റെ ആശയം എന്താണ് എന്നെന്ത് ചെയ്യുന്നുണ്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. തൗഹീദ് തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തിലാണ്? ശിർക്കിൽ നിന്ന്, വലിയ ശിർക്കിൽ നിന്നും ചെറിയ ശിർക്കിൽ നിന്നും, അതേപോലെ തന്നെ ബിദ്അത്തുകളിൽ നിന്ന്, അതേപ്രകാരം വലിയ പാപങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നതിനെ തൊട്ട് അതിൽ നിന്നെല്ലാം മോചനം നേടലാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, പ്രധാനമായും 3 സവിശേഷതകൾ വേണം. തൗഹീദ് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇൽമ് അനിവാര്യമായിട്ടും വേണ്ടതുണ്ട്, ഇൽമു പഠിക്കേണ്ടതുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ചുള്ള ജ്ഞാനം ഉണ്ടാകേണ്ടതുണ്ട്, വൽ ഇൻഖിയാദ് അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കേണ്ടതുണ്ട്, ത്വാഅത്ത് ചെയ്യേണ്ടതുണ്ട്, നിരന്തരം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവനാകേണ്ടതുണ്ട്, വൽ ഇഅ്തിഖാദ് അതേപോലെ തന്നെ വിശ്വാസവും എന്ത് ചെയ്യേണ്ടതുണ്ട്? മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് നമ്മൾ പറഞ്ഞ അതേ സവിശേഷതകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന് പറഞ്ഞതല്ലോ, ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ, ഉമ്മത്തായിരുന്നു, അതായത് ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുന്നവനായിരുന്നു, നന്മ പറഞ്ഞു കൊടുക്കുന്നയാളായിരുന്നു. അപ്പൊ ഇൽമു അനിവാര്യമാണ്. ഖാനിതൻ ലില്ലാഹ്, നിരന്തരം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചയാളാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ വഴിപ്പെട്ട് വിശ്വസിച്ച് ജീവിച്ച ആളാണ്. അപ്പോൾ ഇത് ആണ് തൗഹീദ് യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. മൂന്നാമത്തെ മസ്അല സനാഉഹു സുബ്ഹാനഹു അലാ ഇബ്രാഹിം ബികൗനിഹി ലം യകു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചിരിക്കുകയാണ്. എന്ത് കാര്യത്തിലാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല, ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നില്ല ഇബ്രാഹിം അലൈഹിസ്സലാം എന്നുള്ള. അപ്പൊ അത് പ്രശംസനീയമായ സ്തുത്യർഹമായ കാര്യമാണ്. ആരെല്ലാം ആ സവിശേഷത മുറുകെ പിടിക്കുന്നുണ്ടോ അവരും അതിന് അർഹരാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ചെയ്യുക, വിട്ടുനിൽക്കുക, മുശ്രിക്കീങ്ങളിൽ പെട്ടുപോകാതിരിക്കുക, അവരിൽ നിന്ന് ബറാഅത്ത് പറയുക, ഇത് സ്തുത്യർഹമായ കാര്യമാണ് എന്നുള്ളതാണ്. മറ്റൊരു മസ്അല സനാഉഹു അലാ സാദാത്തിൽ ഔലിയായി ബിസലാമതിഹിം മിനശ് ശിർക്കി. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളുടെ സാദാത്തുകൾ, നേതാക്കന്മാർ, അവരെ പ്രശംസിക്കുകയാണ്. അവർ ശിർക്കിൽ നിന്നും സുരക്ഷിതരായവരായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് എന്താണ്? വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അവർ അവരുടെ റബ്ബിൽ ശിർക്ക് ചെയ്യാത്തവരാണ്. ഇത് സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് നന്മയിൽ അതിവേഗം മുന്നേറുന്ന ആളുകളെ കുറിച്ച് പറയുന്നതാണ്. അങ്ങനെ മുന്നേറുന്ന അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് നന്മയിൽ മുന്നേറുന്ന ആളുകളുടെ ഏറ്റവും സവിശേഷമായ ഒരു ഗുണം എന്താണ്? അവർ ശിർക്ക് ചെയ്യുകയില്ല, ശിർക്കിൽ നിന്ന് അവർ സുരക്ഷിതരായിരിക്കും എന്നുള്ളതാണ്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അഞ്ചാമത്തേത് കൗനു തർക്കി റുഖിയത്തി വൽ കയ്യി മിൻ തഹ്ഖീഖ് തൗഹീദ്. റുഖിയ
ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനെ ഉപേക്ഷിക്കുക എന്നത്, കയ്യ് ചികിത്സ ആവശ്യപ്പെടുന്നതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് മിൻ തഹ്ഖീഖ് തൗഹീദ്, തൗഹീദിനെ സാക്ഷാത്കരിക്കുന്നതിൽ പെട്ടതാണ്. അപ്പോ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കുക എന്നുള്ളതും ഇവിടെ തർക്കുർ റുഖിയത്തി വൽ കയ്യ്, റുഖിയയും കയ്യും ഉപേക്ഷിക്കുക എന്നാണ് മുസന്നിഫ് പറഞ്ഞത്. എന്നാൽ അതുകൊണ്ടുള്ള വിവക്ഷ അൽ ഇസ്തിർഖാഉ വൽ ഇക്തിവാ, റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ കയ്യ് ചികിത്സ നടത്താൻ ആവശ്യപ്പെടുന്നതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്നതിൽപ്പെട്ട കാര്യമാണ്. ആറാമത്തേത് കൗനുൽ ജാമിഇ ലിതിൽകൽ ഖിസാലി ഹുവ തവക്കുൽ. ഈ പറയുന്ന ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ ഒരുമിച്ച് കൂടുക എന്നുള്ളത്, അതാണ് തവക്കുല് എന്നുള്ളതാണ്. അതായത് ഇസ്തിർഖാ, റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് ഉപേക്ഷിക്കൽ, കൈ ചികിത്സ ആവശ്യപ്പെടുന്നതിന് ഉപേക്ഷിക്കൽ, പക്ഷിശാസ്ത്രം നോക്കി ശകുനം നോക്കുക അതിനുപേക്ഷിക്കുന്നവർ, അതെല്ലാമാണ് തവക്കുലിന്റെ ബലം കൂട്ടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ, അത് മുഖേന തവക്കുൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു കാര്യം സാധിക്കാൻ നിയമമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. നിയമമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം? സബബുകൾ മുറുകെ പിടിക്കാം. സബബുകൾ മുറുകെ പിടിക്കുന്നതിനോടുകൂടെ ഹൃദയം അള്ളാഹുമായി ബന്ധപ്പെടുന്നതിനാണ് എന്ന് പറയുക, തവക്കുൽ എന്ന് പറയുക. ഏഴാമത്തേത് ഉംഖു ഇൽമി സ്വഹാബത്തി ബിമഅരിഫതിഹിം അന്നഹും ലം യനാലു ദാലിക ഇല്ലാ ബിഅമലിൻ. സ്വഹാബികളുടെ ഇൽമിന്റെ ആഴം ഇത് പഠിപ്പിക്കുന്നുണ്ട്. അവർ എന്ത് ചെയ്തിരുന്നു? ഉയർന്ന ദറജകൾ, ശിക്ഷ കൂടാതെ അതേപോലെ തന്നെ വിചാരണ കൂടാതെ സ്വർഗപ്രവേശനം അത് കരഗതമാക്കണമെങ്കിൽ അമൽ ചെയ്യേണ്ടതുണ്ട്. വെറുതെ കിട്ടുകയില്ല. അള്ളാഹുവിന്റെ പ്രതിഫലം നേടാൻ എന്ത് വേണം? അതിന് പരിശ്രമിക്കണം, അമൽ ചെയ്യണം. അതുകൊണ്ടാണ് അവര് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്ത് ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് അത് കരഗതമാക്കുക എന്ന് സ്വഹാബികൾ എന്ത് ചെയ്യുകയാണ്? ചർച്ച ചെയ്യാണ്. അപ്പോ അമല് കൂടിയാലേ, അമൽ ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രതിഫലങ്ങൾ കരഗതമാവുകയുള്ളൂ എന്ന് സ്വഹാബികൾ അത് മുഖേന എന്ത് ചെയ്തു? മനസ്സിലാക്കി. എന്റെ ഉമ്മത്തിൽ 70,000 ആളുകൾ സ്വർഗപ്രവേശനത്തിന് അർഹരാണ് ശിക്ഷ കൂടാതെ എന്ന് പറഞ്ഞപ്പോ അത് കിട്ടുന്നവർക്ക് കിട്ടട്ടെ, അങ്ങനെയല്ല. സ്വഹാബികൾ എന്ത് ചെയ്യാണ്? അതേക്കുറിച്ച് ചർച്ച ചെയ്യാണ്. ഹിർസുഹും അലൽ ഖൈർ, അതേപോലെ സ്വഹാബികൾ നന്മയിൽ എത്ര തൽപരരായിരുന്നു, അത് ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം ഹിർസുള്ള ആളുകളായിരുന്നു, ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞുപോയി. സ്വഹാബികൾ ചർച്ച ചെയ്യാണ്. ആരായിരിക്കും അത്? നബിയോടുകൂടെ സഹവസിച്ചവരാണോ? ഇസ്ലാമിൽ തന്നെ ജനിച്ചു വളർന്ന ആളുകളാണോ എന്നവർ ചർച്ച ചെയ്യാണ്. അത് നന്മയോടുള്ള അവരുടെ ഹിർസിൽപ്പെട്ടതാണ്. ഫളീലത്തു ഹാദിഹിൽ ഉമ്മത്തി ബിൽ കമ്മിയ്യത്തി വൽ കൈഫിയ്യ, ഈ ഉമ്മത്തിന്റെ ശ്രേഷ്ഠത ഈ അധ്യായം പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ വലിപ്പവും അതേപോലെ തന്നെ സവിശേഷതയും രൂപവും. വലിപ്പം ഹദീസിൽ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? വലിയ ഒരു സമൂഹത്തെ, ജനസമൂഹത്തെ, മൂസ അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെക്കാൾ വലിപ്പമുള്ള ഒരു സമൂഹത്തെ കാണുന്നു. അതേപോലെ തന്നെ അവരുടെ സവിശേഷത, അവർ അള്ളാഹുവിങ്കൽ തവക്കുലാക്കിക്കൊണ്ട് തവക്കുലിന്റെ ഏറ്റവും ഉയർന്ന ദറജയിലേക്ക് പോകുന്ന സവിശേഷതയായ തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകളാണ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്? അത് പഠിപ്പിക്കുന്നുണ്ട്. ഫളീലത്തു അസ്ഹാബി മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമിന്റെ സ്വഹാബികളുടെ ശ്രേഷ്ഠതയും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അവർ എന്ത് ചെയ്യുന്നു? വലിയൊരു സമൂഹമാണ്, ജനസമൂഹമാണ്. ബനു ഇസ്രായേലികളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഏറ്റവും ഉമ്മത്ത്, ഈ ഉമ്മത്ത് കഴിഞ്ഞാൽ വിശ്വാസികളായി ഏറ്റവും അധികമുള്ളത് അവരിലായിരിക്കുമെന്നാണ്. മൂസ അലൈഹിസ്സലാമിന്റെ സ്വഹാബികൾക്കുള്ള ശ്രേഷ്ഠതയും ഇത് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് അർദുൽ ഉമമി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഉമ്മത്തുകളെ പ്രദർശിപ്പിച്ചു. ഓരോ അമ്പിയാക്കന്മാരെയും അവരുടെ കൂടെയുള്ള ആളുകളെയും പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിലുള്ള ഒരു ഫായിദ എന്ന് പറയുന്നത്, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസം കൊടുക്കലാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തിന്റെ മാർഗത്തിൽ ധാരാളം പ്രയാസങ്ങളും ദുരിതങ്ങളുമെല്ലാം അനുഭവിച്ചപ്പോ മുൻകഴിഞ്ഞിരിക്കുന്ന അമ്പിയാക്കളും അവരുടെയും അവസ്ഥ ഇതുപോലെയാണ്. പ്രബോധനം നടത്തിയിട്ട് ഒരാൾ പോലും തന്റെ പിന്നിൽ വരാത്തതായ നബിമാരുന്നുണ്ട്, കഴിഞ്ഞുപോയിട്ടുണ്ട്. 1-2 ആളുകൾ മാത്രം കൂടെയുള്ള ആളുകൾ അമ്പിയാക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. 10-ൽ താഴെ മാത്രമുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അമ്പിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ആശ്വസിപ്പിക്കുകയാണ്. അതിലുണ്ട്.
അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയും ഇതിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം 23 വർഷം കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? 100,000-ലധികം അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിനിരക്കുകയുമുണ്ടായി. 12ാമത്തെ മറ്റൊരു മസ്അല അന്ന കുല്ല ഉമ്മത്തിൻ തുഹ്ശറു വഹദഹാ മഅ നബിയിഹാ. ഓരോ ഉമ്മത്തും വേറെ വേറെയാണ് നാളെ ആഖിറത്തിൽ എന്ത് ചെയ്യുക? ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു നബി വരുന്നതിന് കൂടെ ഒരാളാണുള്ളത്, രണ്ടാളാണുള്ളത്. ഒരു നബിയുടെ കൂടെ വേറെ ആരും തന്നെ ഇല്ല. അപ്പൊ എല്ലാവരും ഒരുമിച്ചാണ് എങ്കിൽ അങ്ങനെ കാണപ്പെടുകയില്ല, പരസ്പരം കൂടിക്കലർന്നിട്ടായിരിക്കും. ഓരോ നബിമാരെയും അവരുടെ സമൂഹത്തെയും വേറെ വേറെ എന്ത് ചെയ്യും? കൊണ്ടുവരപ്പെടും എന്നെന്ത് ചെയ്യുന്നുണ്ട്? ഇത് പഠിപ്പിക്കുന്നുണ്ട്. 13ാമത്തേത് ഖില്ലത്തു മൻ ഇസ്തജാബ ലിൽ അംബിയാ. അംബിയാക്കന്മാർക്ക് ഉത്തരം നൽകിയ ആളുകളുടെ ഖില്ലത്ത് വളരെ കുറവായിരുന്നു എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ആളുകളുടെ ജനപ്പെരുപ്പമല്ല, ബാഹുല്യമല്ല സത്യം എവിടെയാണ് എന്നുള്ളതിനെ അറിയിക്കുന്നത്. പിന്നെന്താണ്? സത്യം ഒരാളാണ് എങ്കിലും അതാണെന്ത്? അതിന് ഉമ്മത്ത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സൂചിപ്പിച്ച ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അംബിയാക്കന്മാർക്ക് അവർക്ക് അവരുടെ ദഅവത്തിന് ഉത്തരം നൽകിയവർ പലപ്പോഴും ആരും ഉത്തരം നൽകാത്തവരുണ്ട്. 1-2 ആളുകൾ മാത്രമുള്ളവരുണ്ട്. 10-ൽ താഴെയുള്ളവരെല്ലാം ഉള്ളതായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പഠിപ്പിക്കുന്നുണ്ട്. മറ്റു മസ്അല അന്ന മൻ ലം യുജിബുഹു അഹദുൻ യഅതി വഹദ. നാളെ ആഖിറത്തിൽ ആരും ഉത്തരം നൽകാത്ത നബിമാർ, ആരും പ്രബോധനം സ്വീകരിക്കാത്ത ആ നബിമാരെ ഒറ്റക്ക് എന്ത് ചെയ്യും? നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. വൻ നബിയ ലൈസ മഅഹു അഹദ്. ഒരു നബിയെ സ്വല്ലല്ലാഹു കണ്ടു, ആ നബിയുടെ കൂടെ എന്തില്ല? ആരും തന്നെയില്ല. ഒറ്റക്ക് ഒരു നബി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? കൊണ്ടുവരികയാണ്. അപ്പൊ അത് എന്താണ്? ധാരാളം പാഠങ്ങൾ നൽകുന്നതാണ്. ആളുകളുടെ എണ്ണപ്പെരുപ്പമല്ല സത്യം നിശ്ചയിക്കുന്നത് എന്നുള്ളതിനെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മസലയാണ്. മറ്റൊന്ന് സമറത്തു ഹാദൽ ഇൽമി വഹുവ അദമുൽ ഇഗ്തിറാരി ബിൽ കസറ വഅദമുൽ സുഹ്ദി ഫിൽ ഖില്ല. പ്രധാനപ്പെട്ട മസലയാണ്. ഈ ഇൽമിന്റെ നേട്ടം എന്താണ്? എന്തിനാണ് ഇത് പറഞ്ഞത്? ഇത് അതിന്റെ പ്രയോജനം വഹുവ അദമുൽ ഇഗ്തിറാരി ബിൽ കസറ. കസറത്ത് കൊണ്ട് വഞ്ചിതരായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആളുകൾ ചിലപ്പോൾ 2 രീതിയിലാണ് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ഹക്കിന്റെ ആളുകൾ വളരെ തുച്ഛമായിരിക്കും, ബാത്തുലിന്റെ ആളുകളായിരിക്കും എമ്പാടും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത്. മുശ്രിക്കീങ്ങളും കുഫാറുകളും മുബ്തദിഅകളും അവരായിരിക്കും ഏറ്റവും അധികം എണ്ണത്തിലും വണ്ണത്തിലും എല്ലാം അവരായിരിക്കും അധികം. അപ്പോ എല്ലാവരും അങ്ങനെയാണല്ലോ എന്ന് കണ്ടിട്ട് അവരെ പോലെ ഞാനുമാകാം എന്ന് നീ എന്ത് ചെയ്യേണ്ടതില്ല? വഞ്ചിതനാകേണ്ടതില്ല, ചതിയിൽപ്പെട്ടു പോകേണ്ടതില്ല. അതാണ് അതിന്റെ ഒരർത്ഥം. വേറൊരർത്ഥം, നിങ്ങളുടെ കൂടെ കുറെ ആളുകളുണ്ട്, എന്റെ കൂടെ, എന്റെ കക്ഷിയിൽ, എന്റെ സംഘടനയിൽ എന്റെ കൂടെ കുറെ ആളുകളുണ്ട് എന്ന് കണ്ടിട്ട് എന്ത് ചെയ്യണ്ട? അത് സത്യമാണ് എന്ന് നിങ്ങളാരും മനസ്സിലാക്കേണ്ട. ആ എണ്ണപ്പെരുപ്പം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? വഞ്ചിതരാകേണ്ട. ബാത്തുലിന്റെ ആളുകൾ കുറെ അധികം ഉണ്ടല്ലോ, അവരങ്ങനെയാണല്ലോ പോകുന്നത്. പലപ്പോഴും ചെറിയ പ്രായത്തിലുള്ള ആളുകളുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. കുട്ടികള് രക്ഷിതാക്കൾക്ക് ചോദിക്കുന്നത്, എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? എല്ലാ കുട്ടികളും അങ്ങനെയാണല്ലോ. അപ്പൊ ആളുകൾ അധികവും ചിലപ്പോൾ വലാലത്തിലായിരിക്കും, വഴികേടിലായിരിക്കും. അത് കണ്ടിട്ട് എന്ത് ചെയ്യരുത്? വഴിതെറ്റിപ്പോകരുത്, വഞ്ചിതരാകരുത്. അതല്ലെങ്കിൽ എന്താണ്? എന്റെ കൂടെ കുറെ ആളുകളുണ്ട്, അത് കണ്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? വഞ്ചിതരായി പോകാൻ പാടില്ല. അതുപോലെ തന്നെ വഅദമു സുഹ്ദി ഫിൽ ഖില്ല. ഖില്ലത്തില് എന്ത് ചെയ്യുക? എണ്ണക്കുറവിൽ സുഹുദ് ഉണ്ടാകാതിരിക്കുക, പരിത്യാഗം ഉണ്ടാകാതിരിക്കുക, അതിനോട് എന്ത് ചെയ്യുക? ഒരു താല്പര്യക്കുറവ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതും എന്താണ്? അതിൽപ്പെട്ട കാര്യമാണ്. അടുത്ത ഒരു മസാല റുഖ്സത്തു ഫിർ റുഖിയത്തി മിനൽ ഐനി വൽ ഹുമ. കണ്ണേറിനാൽ അതല്ലെങ്കിൽ വിഷം തീണ്ടിയാൽ എന്ത് ചെയ്യാം? റുഖിയ നടത്താം. റുഖിയ നടത്തുന്നതിന് കുഴപ്പമില്ല എന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മസാല, ഈ അധ്യായം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് ഉംഖു ഇൽമി സലഫ്. സലഫുകളുടെ ഇൽമിന്റെ ആഴമാണ്. അതായത് ഈ ഹദീസ് പറഞ്ഞ സമയത്ത് സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാ പുകഴ്ത്തുകയാണ്. കിട്ടിയ ഇൽമ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെ പുകഴ്ത്തുകയാണ്. അപ്പൊ ഇൽമു പഠിക്കുക, അതിനെ മാറ്റിവെക്കുക. അത് കേവലം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ളതല്ല, പഠിച്ചിട്ട് അത് പ്രാവർത്തികമാക്കുമ്പോൾ അതിനെ പുകഴ്ത്തുന്നതായിട്ട് കാണുന്ന സമയം. അപ്പോ ഫഉലിമ അന്നൽ ഹദീസ് അവ്വല ലാ യുഖാലിഫു സാനി. അപ്പോ 2 ഹദീസുകൾ തമ്മിൽ എന്തില്ല? വ്യത്യാസമില്ല. ഇവിടെ ഒന്നാമത്തെ ഹദീസില് എന്ത് ചെയ്യാം? റുഖിയ ചെയ്യാം, വിഷം തീണ്ടിയാൽ മന്ത്രിക്കാം, അല്ലെങ്കിൽ കണ്ണേറി ഉണ്ടായാൽ മന്ത്രിക്കാം എന്ന ഹദീസും രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഹദീസ് തമ്മിൽ എന്തില്ല?
വൈരുദ്ധ്യമില്ല. രണ്ടാമത് പറഞ്ഞ ഹദീസ് മന്ത്രിക്കൽ ആവശ്യപ്പെടലാണ്. ആദ്യത്തേത് എന്തല്ല, അങ്ങനെ ആവശ്യപ്പെടലല്ല. അപ്പൊ ഇത് തമ്മിൽ എന്തില്ല, വൈരുദ്ധ്യമില്ല എന്നുള്ളതും എന്ത് ചെയ്യാം, അതിൽ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ബുഅദു സലഫി അൻ മദ്ഹിൽ ഇൻസാനി ബിമാ ലൈസ ഫീ, സലഫുകൾ ഒരു മനുഷ്യനിൽ ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് പ്രശംസിക്കുന്നതിൽ നിന്ന് അകലം പാലിക്കാൻ എന്ത് ചെയ്തിരുന്നു, ആഗ്രഹിച്ചിരുന്നു. എനിക്കില്ലാത്ത ഒരു ഗുണം എന്നിൽ പറയുക എന്നുള്ളത് അവർക്കിഷ്ടമായിരുന്നില്ല. അപ്പോ അത് വെറുക്കപ്പെടേണ്ട കാര്യമാണ്. സലഫുകൾ ധാരാളമായി ചെയ്തിരുന്ന കാര്യമാണ്. അവർ എന്ത് ചെയ്തിരുന്നു, റിയായിൽ നിന്ന് വളരെയധികം ഓടിയകന്നിരുന്നു. തന്നിൽ രാത്രി ഞാൻ എഴുന്നേറ്റ് നമസ്കരിക്കും എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന് പേടിച്ചിരുന്നതാണ്. പറയാണ്, ഞാൻ നമസ്കാരത്തിലായിരുന്നില്ല കേട്ടോ എന്ന് പറയാണ്. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് കൊണ്ടല്ല ഇന്നലെ രാത്രി നടന്ന കാര്യം ഞാൻ അറിഞ്ഞത് എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ തന്നിൽ ഇല്ലാത്തതായ ഒരു ഗുണം കൊണ്ട് പ്രശംസിക്കപ്പെടുന്നതിനെ സലഫുകൾ ആഗ്രഹിച്ചില്ല. ഇത് ധാരാളം സലഫുകളുടെ ചരിത്രങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഖൗലുഹു അൻത മിൻഹും അലമു മിൻ ആലാമിൻ നുബുവ്വ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാശ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ അവരിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകളിൽപ്പെട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാശ റളിയല്ലാഹു അൻഹു പറയാണ്, താങ്കൾ സ്വർഗ്ഗത്തിൽ എന്ത് ചെയ്യും, വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ പ്രവേശിക്കും. ഉക്കാശ റളിയല്ലാഹു അൻഹു അങ്ങനെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ മരണം വരെയും തൗഹീദിൽ നിലനിൽക്കേണ്ടതുണ്ട്. ഇസ്ലാം വിട്ടു പോകാൻ പാടില്ല. എങ്ങാനും എന്ത് ചെയ്താലേ മുർത്തദായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് വിലയില്ലാതെയായി തീരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസാത്തുകളിൽ പെട്ടതാണ് അള്ളാഹുവിൽ നിന്നുള്ള വഹയി പ്രകാരം. ഉക്കാശ റളിയല്ലാഹു അൻഹുവിന് എന്താണ് അൻത മിൻഹും എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകളിൽപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത ഇതിലുണ്ട്. ഇതിന് വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്, വിചാരണ കൂടാതെ ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഈ 70,000 ആളുകളാണോ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ എന്ന് ചോദിച്ചാൽ അവരിലും ശ്രേഷ്ഠതയുള്ളതായ ആളുകൾ വേറെയും ഈ ഉമ്മത്തിലുണ്ട് എന്ന് അതിനെ വിശദീകരിക്കുന്നിടത്ത് പല ഉലമാക്കളും പറയുന്നുണ്ട്. ഇവർക്കൊരു ശ്രേഷ്ഠതയുണ്ട്, ഇത് അവരുടെ ശ്രേഷ്ഠതയാണ് എന്ന് കരുതി അതല്ല ഏറ്റവും വലിയ ശ്രേഷ്ഠത, വേറെയും ഉയർന്ന ദർജകളുള്ളവരെന്തുണ്ട് ഈ ഉമ്മത്തിലുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് വിശദീകരിക്കുന്നവർ. എന്നാൽ ഉക്കാശ റളിയല്ലാഹു അൻഹു നിന്നുണ്ട് അതിലൊരു ശ്രേഷ്ഠതയുണ്ട്. ഉക്കാശ റളിയല്ലാഹു അൻഹു കിട്ടിയ അവസരം മുതലാക്കി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും അവസരം ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യണം, അത് ഉടനെ മുതലെടുക്കുന്നവരായിരിക്കണം വിശ്വാസികൾ. അത് ഹദീസ് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. മറ്റൊന്ന് ഇസ്തിഅമാലുൽ മആരിദ്, വ്യംഗ്യമായ കാര്യങ്ങൾ ഉപയോഗിക്കാം. സത്യമാണോ അസത്യമാണോ എന്താണ് ഒരു കാര്യം പറയുന്നു, ആ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഒന്നായിരിക്കാം, ഉദ്ദേശിക്കുന്ന കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ മാരീതുകൾ ഉപയോഗിക്കും. ഇപ്പൊ ഇവിടെ ഉക്കാശ റളിയല്ലാഹു അൻഹു ഈ കാര്യത്തിൽ താങ്കൾ മുൻകടന്നിരിക്കുന്നു. അപ്പോ ആ ചോദിച്ച സ്വഹാബി ഇത് ചോദിച്ചപ്പോ താങ്കളും അതിൽ പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഉക്കാശ റളിയല്ലാഹു അൻഹു മുൻകടന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ചില ഉലമാക്കൾ പറയുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൽ എന്തെങ്കിലും നിഫാഖ് ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അർഹത ഉണ്ടായിരിക്കില്ല അദ്ദേഹത്തിന്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അതല്ലെങ്കിൽ അദ്ദേഹവും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്താളും ചോദിക്കും, എനിക്കും വേണ്ടി ദുആ ചെയ്യ് നബിയെ. അപ്പോ ഇനി വരുന്ന പല ആൾക്കാരും എന്ത് ചെയ്തിരിക്കും, അർഹതയില്ലാത്ത പല ആളുകളും അങ്ങനെ ചോദിച്ചേക്കാം. അപ്പൊ അവർക്കും വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, വളരെ ഹിക്മത്തോട് കൂട്ടിയിട്ട് എന്ത് ചെയ്തു, അത് അവിടെ അവസാനിപ്പിച്ചു. അതുപോലെ ഹുസ്നുൽ ഖുൽഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ സവിശേഷതയും ഈ അധ്യായം പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ചോദിച്ചപ്പോ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ നിനക്ക് വേണ്ടി ദുആ ചെയ്യൂല എന്നോ അല്ലെങ്കിൽ നീ അതിൽ പെടുകയില്ല എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ആ വിഷയത്തിൽ എന്ത് ചെയ്തു, ഉക്കാശ റളിയല്ലാഹു അൻഹു താങ്കളെ മുൻകടന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അദ്ദേഹത്തെ സമൂഹത്തിൽ അവഹേളിക്കാതെ പ്രയാസപ്പെടുത്താതെ ആ വിഷയം എന്ത് ചെയ്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇതിന്റെ മസാലകളായി മുസന്നിഫ് റഹിമഹുല്ലാ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കോളം അവന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം അവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.